ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയായിരുന്നു വൻ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടതും. ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഖത്തറിലെ LNG പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ ആഗോള ഊർജ്ജ വിപണിയെ പോലും അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആക്രമണം ഖത്തറിന്റെ കയറ്റുമതി കുറയ്ക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും സാരമായി തന്നെ ഇത് ബാധിക്കുകയും ചെയ്തുവെന്നും ഈ റിപ്പോർട്ട് എടുത്തു സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി തന്നെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്ത് ആകമാനം ബാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. യുദ്ധം ഉടൻ തന്നെ അവിടെ അവസാനിപ്പിക്കാൻ ഇറാനോ ഇസ്രയേലോ അവിടെ ആഗ്രഹിക്കുന്നില്ല. പെരുന്നാൾ കഴിയുന്നതിനായി തന്നെ ഇറാൻ ആകട്ടെ കാത്തിരിക്കുകയാണ്. മാരകമായ, അതായത് അതിഭയാനകമായ ആക്രമണം അഴിച്ചുവിടാനാണ് ഇതോടുകൂടി ഇവർ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത്. ഇത് ആശങ്കയ്ക്ക് കൂടുതൽ വഴിയൊരുക്കുകയും ചെയ്യുന്നു.